പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. SIRമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ മമത കൂടിക്കാഴ്ചയിൽ ഉന്നയിക്കും. വിനിത വിജയ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് തത്സമയം. വിനിത, ഈ SIR അത് നമുക്കറിയാം, പശ്ചിമബംഗാളിലെ SIR നടപടിക്രമങ്ങളിൽ വലിയ തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന് TMC MPമാരും അതുപോലെ തന്നെ മമതാ ബാനർജിയും ഒക്കെ സുപ്രീം കോടതിയിൽ ഹർജി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഒരു കൂടിക്കാഴ്ച ഡൽഹിയിൽ നടക്കുകയാണ്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായാണ് കൂടിക്കാഴ്ച നടത്തുന്നത്. എന്താണ് ഈ SIRമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ മമതയും കൂട്ടരും വെച്ചിട്ടുള്ള കാര്യങ്ങൾ? അമൃത, നേരത്തെ തന്നെ ഈ ബംഗാളിൽ ഉൾപ്പെടെ SIR ഏർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങളടക്കം മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നാലെ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായവരും ഒപ്പം തന്നെ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് അവർക്ക് കൃത്യമായിട്ടുള്ള അർഹമായിട്ടുള്ള പട്ടികയിൽ നിന്ന് പുറത്തായവരും ഒക്കെയായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ ചില കൂടിക്കാഴ്ച മമതാ ബാനർജി നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായി മമതാ ബാനർജി കൂടിക്കാഴ്ച നടത്തുന്നത്. ഞാൻ നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്ത് എത്തിയാണ് കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെയോടുകൂടി തന്നെ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം, തൃണമൂൽ കോൺഗ്രസിന്റെ പ്രത്യേക സംഘം ഇന്ന് ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഈ SIRൽ നേരത്തെ മുന്നോട്ട് വച്ചിരിക്കുന്ന ആക്ഷേപങ്ങളും ഒപ്പം തന്നെ പരാതികളും ഉൾപ്പെടെ ഇന്ന് നടക്കുന്ന ഈ കൂടിക്കാഴ്ചയിൽ ഉന്നയിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. 4 മണിക്കാണ് കൂടിക്കാഴ്ചയ്ക്കായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സമയം അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് മമതാ ബാനർജിയും ഒപ്പം അഭിഷേക് ബാനർജിയും ഒപ്പം തന്നെ ആ പ്രതിനിധി സംഘം, ബംഗാളിൽ നിന്നെത്തിയ പ്രതിനിധി സംഘമടക്കം ഇപ്പോൾ ഈ കൂടിക്കാഴ്ചയ്ക്കായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. കൂടിക്കാഴ്ച ആരംഭിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെയും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ SIR ഏർപ്പെടുത്തിയതുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി അഭിഷേക് ബാനർജിയൊക്കെ കൂടിക്കാഴ്ച നടത്തുകയും ചില ആശയങ്ങളും ഉൾപ്പെടെയുള്ള അവരുടെ ചില പ്രശ്നങ്ങളടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് പിന്നാലെയും ഈ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ ബംഗാളിൽ ഇത്തരത്തിലേക്ക് SIR ഏർപ്പെടുത്തുന്നു, അതിൽ പട്ടികയിൽ നിന്ന് നിരവധി ആളുകൾ പുറത്തേക്ക് പോകുമോ എന്നടക്കമുള്ള ചില ആശങ്കകളുണ്ട്. ഇതിനെതിരെ നേരത്തെ തന്നെ മമതാ ബാനർജി രംഗത്തെത്തുകയും അർഹതപ്പെട്ട ആരെയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ലെന്ന നിലപാടെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നാലെ ചില ആരോപണങ്ങളടക്കം അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതെ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. വിനിത ഈ സൂചിപ്പിച്ചതുപോലെ നമ്മൾക്കറിയാവുന്നതാണ്, പലരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇതിനു മുമ്പ് തന്നെ സമീപിച്ചതാണ്. ഈ കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി മമതയുടെ എന്തെങ്കിലും പ്രതികരണമോ മറ്റോ വന്നിട്ടുണ്ടായിരുന്നോ? ഈ പറഞ്ഞതുപോലെ ഇതിനു മുമ്പ് പലതവണ പരാതികൾ നൽകിയിട്ടും അല്ലെങ്കിൽ കണ്ടിട്ടും സംസാരിച്ചിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടാകാത്ത സ്ഥിതിക്ക് ഇനി എന്തെങ്കിലും അനുകൂലമായ സാഹചര്യം ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? ഈ കൂടിക്കാഴ്ച ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അതിനുശേഷം മമതാ ബാനർജി മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നേരത്തെ തന്നെ SIRമായി ബന്ധപ്പെട്ട പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി അവരുടെ നിലപാട് വ്യക്തമാക്കിയതുമാണ്. ഒപ്പം തന്നെ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ മാധ്യമങ്ങളോട് അവർ പ്രതികരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്ന് രാവിലെയോടെ ഡൽഹിയിൽ എത്തിയതിന് പിന്നാലെ ഈ പോലീസ് സുരക്ഷ ഒരുക്കുന്നതുമൊക്കെയായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ മമതാ ബാനർജി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ ബംഗാ ഭവനിലേക്കടക്കം പോലീസ് വലിയ വിന്യാസം നടത്തുകയുമായി ബന്ധപ്പെട്ടതാണ് അത്തരത്തിലേക്കുള്ള ആരോപണം ഉണ്ടായിരുന്നത്. അതിൽ അമിത്ഷായ്ക്കെതിരെയൊക്കെ രൂക്ഷമായിട്ടുള്ള ചില വിമർശനങ്ങൾ മമതാ ബാനർജി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ SIRമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതികരണം ഇന്ന് മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഈ കൂടിക്കാഴ്ച ആണ് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ നടക്കുന്നത്. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിലൊരു പ്രതികരണം ഉണ്ടായിരിക്കുക. അവർ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ കാണാനായി എത്തുന്ന സമയത്തൊക്കെ നമ്മൾ പ്രതികരണം തേടിയതാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് നിലവിൽ പ്രതികരിക്കാതെയാണ് മമതാ ബാനർജി ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ കാണാനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതേസമയം നേരത്തെ തന്നെ ബംഗാൾ മുഖ്യമന്ത്രി ഈ SIRമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ നിലപാട് വളരെ കൃത്യമായി തന്നെ വ്യക്തമാക്കിയതാണ്. അർഹതപ്പെട്ട ആരെയും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ലെന്ന് അവർ നേരത്തെ തന്നെ നിലപാടെടുത്തു. SIRനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമടക്കം അത് ആവശ്യമെങ്കിൽ ഡൽഹിയിൽ ഉൾപ്പെടെ ആ പ്രതിഷേധം കൊണ്ടുവരുമെന്നും മമതാ ബാനർജി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ച നടക്കുന്നത്. ശരി, വിനിത വിജയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.